പ്രകൃതിയുടെ ശബ്ദങ്ങൾ വളരെ ഒരു മന്ത്രം പോലെയാണ്. പ്രകൃതിയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, അതിങ്ങനെ കേട്ടിരുന്നാൽ നമ്മൾ മറ്റെല്ലാം മറന്നു പോകും. അതാണ് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി സന്യാസിമാരും ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശാന്തമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും. ഒരുപാട് കലപില ശബ്ദങ്ങളില്ലാതെ, എന്നാൽ പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഇതിന് ഭംഗം വരാറില്ല. മെഡിറ്റേഷന് വെള്ളം ഒഴുകുന്ന ശബ്ദം, പക്ഷികളുടെ ശബ്ദം, അങ്ങനെയൊക്കെയുള്ള വളരെ കുറഞ്ഞ തരംഗ ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ മെഡിറ്റേഷന് സഹായകമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ മുനിമാരും ഋഷീശ്വരന്മാരും മെഡിറ്റേഷൻ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ഈ കാലത്തൊക്കെ സാധാരണക്കാരും പ്രകൃതിയുടെ ചില നല്ല സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ പോയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ഇവിടെ നമ്മൾ കാണാറുണ്ട് മലയുടെ ഓരങ്ങളിൽ, മലയുടെ മുകളിലൊക്കെ പോയിട്ട് ആളുകൾ മെഡിറ്റേഷൻ ട്രക്കിങ്ങും മെഡിറ്റേഷനുമാണ്. നടന്ന് കയറും, അവിടെ പോയി മണിക്കൂറുകൾ അവിടെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരും. അപ്പോഴേക്കും അവരൊരു ഫ്രഷ് ആളായിട്ടുണ്ടാവും. ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ടുകളും മറ്റ് വിചാരങ്ങളൊക്കെ മാറി നല്ല ഫ്രഷായിട്ടൊരു മനുഷ്യനായിട്ട് തിരിച്ചിറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരു പ്രകൃതിയുടെ ശബ്ദമാണ് ഞാനിതിൽ കേൾപ്പിക്കുന്നത്. മറ്റ് മ്യൂസിക് ഇതൊന്നും കൊടുക്കാണ്ട് പ്രകൃതിയിൽ നിന്ന് എന്താ കേൾക്കണമെന്ന് വെച്ചാൽ ആ ശബ്ദം. ചില ചൈനീസ് അല്ലെങ്കിൽ ജാപ്പനീസ് ബുദ്ധമതത്തിൻ്റെ ചില ഈ വീഡിയോസ് കണ്ടാൽ നമുക്ക് പ്രകൃതിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്തത് പ്രകൃതിയിൽ എന്താ ശബ്ദം കേട്ടതെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കേട്ട് നോക്കുക, അതിൻ്റെ സീനുകളൊന്ന് കണ്ടു നോക്കും, മനസ്സിനൊരു സ്വസ്ഥത കിട്ടും. നല്ല ഒഴുക്കുണ്ട്, ഒഴുക്കുള്ള വെള്ളം.